ശബരിമലയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. കൊപ്രക്കളത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീ അണച്ചിട്ടുണ്ട്. അവിടെ നല്ല ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഫയർഫോഴ്സൊക്കെ സദാസമയത്തുണ്ടാകുന്ന പോലീസിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സോണലുണ്ട് നമുക്കപ്പോൾ. സോണൽ, ഇപ്പോഴായിരുന്നു തീപിടുത്തം ഉണ്ടായത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അണക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും പൂർണ്ണസ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഏകദേശം അരമണിക്കൂർ മുമ്പാണ് ഈ കൊപ്രക്കളത്തിൽ തീ പടരുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ തോതിൽ പുക ഉയരുന്നത് കണ്ട് പരിസരത്തുണ്ടായിരുന്നവർ, അതുപോലെ തന്നെ ഇവിടെ ജോലിയിൽ ഉണ്ടായിരുന്ന 2 പേരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവർ തന്നെ കൃത്യമായി ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നു. തുടർന്ന് തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സ് എത്തി കൃത്യമായ ഇടപെടലോടുകൂടി പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിഞ്ഞു. ചെറിയ തോതിലുള്ള ഒരു തീപിടുത്തമാണ് നടന്നതെന്നാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണക്കാൻ വേണ്ടി ഈ ഒരു കൊപ്രക്കളത്തിന് താഴെ ചൂടാക്കി കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ചെറുതായിട്ട് തീ കത്തിച്ചുകൊണ്ട് ഈ കൊപ്ര ഇളക്കിയിട്ടാണ് ഇത് ഉണക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുക. പക്ഷേ അതിനിടയിലാണ് നെയ്യ് ഇറങ്ങി ഇത് സ്പാർക്ക്, അതിലേക്ക് വലിയ തീ പടരാൻ സാധ്യത ഉണ്ടായതെന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ തീ പടർന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണ് സ്ഥിതി എന്നുള്ളത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ പുക ഉയരുന്നത് ഉൾപ്പെടെ പൂർണ്ണമായി നിന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഇടപെടൽ അത് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഇവിടെ തൊഴിലെടുത്തവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു വലിയ അപകടത്തിലേക്ക് ഒന്നും തന്നെ പോവാതെ പൂർണ്ണമായി ഇത് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. സോണൽ, ഇത് സന്നിധാനത്താണ്, ശബരിമലയിലാണ് ഈ തീപിടുത്തം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് തീർത്തും ഗൗരവതരമായിട്ടുള്ള കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നിറയെ ആളുകളുള്ള സ്ഥലമാണല്ലോ. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിൽ വ്യക്തത എന്താണ്? സോണൽ സൂചിപ്പിച്ച പോലെ ആണെങ്കിൽ തന്നെ ഒരു മുൻകരുതൽ സ്വീകരിച്ചിരുന്നില്ല. എന്താണ് സംഭവിച്ചത്? കൂട്ടിയിടുന്നതിന് താഴെ ചെറിയ തോതിൽ ചൂടാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. അതിന്റെ ഭാഗമായി ചെറിയ രീതിയിൽ കത്തിച്ചുകൊണ്ടാണ് ഈ കൊപ്രക്കളത്തിനടിയിൽ ഈ കൊപ്ര ഉണക്കുന്നതിന് വേണ്ടി ചൂടാക്കുക. അതിന്റെ ഭാഗമായി ഈ ചൂടാക്കുന്നതിനിടയിൽ ഈ കൊപ്രയിൽ അല്ലെങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ നെയ്യിലൂടെയാണ് അത് കത്തിപ്പടർന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അങ്ങനെ പടരുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2 തൊഴിലാളികളാണ്. അവർ കൃത്യമായിട്ട് ഫയർഫോഴ്സിനെ ഉൾപ്പെടെ അറിയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെത്തി കൃത്യമായ ഇടപെടലുകളോടെ കൊപ്ര കൂടുതലായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസം മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണ തോതിൽ അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് കൊപ്രക്കളത്തിലെ അവിടെ കൂടുതലായിട്ട് അഡീഷണൽ ക്വാണ്ടിറ്റി കൊപ്ര വന്നു. അപ്പോൾ അതൊന്ന് ഹീറ്റായിട്ട് അന്ന് പുകയുന്ന പ്രോസസ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തീപിടുത്തത്തിലേക്കൊന്നും പോയിട്ടില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൊപ്രക്കളത്തിൻ്റെ ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നോക്കിക്കൊണ്ട് നമ്മളൊരു ഫയർ ഓഡിറ്റ് ഓൾറെഡി നടത്തിയതാണ്. മാത്രമല്ല ഇവിടെ ഒരു പെർമനൻ്റ് ആയിട്ടൊരു ഫയർ ആൻഡ് സേഫ്റ്റി ടീം അവിടെ സ്റ്റേഷനും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ വളരെ വേഗത്തിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും അതിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അവിടുന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അവർ പറയുന്നു. ചെറിയൊരു പുകച്ചിൽ മാത്രമാണ് ഉണ്ടായത്, തീപിടുത്തത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 2 ദിവസമായിട്ട് മഴയായിരുന്നു. അപ്പോൾ ഇത് ഉണക്കാനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു നീക്കം ഉണ്ടായത്. അതിനിടയിലാണ് തീ ആളിപ്പടർന്നത്. അത് വലിയൊരു തീപിടുത്തമായി മാറിയിട്ടില്ല എന്നുൾപ്പെടെയാണ് ആ ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയത്. സോണൽ തുടരുന്നുണ്ട്. സോണൽ, വലിയ തീപിടുത്തത്തിലേക്ക് എത്തിയിട്ടില്ല, ചെറിയൊരു പുകച്ചിൽ മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ എന്നാണ് അധികൃതർ പറയുന്നത്. എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത്? തീർച്ചയായിട്ടും അത്തരത്തിൽ ചെറിയ ഒരു തീപിടുത്തം എന്ന് പറയാം, അല്ലെങ്കിൽ പുക ഉയരുന്നത് മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കൊപ്രക്കളത്തിലാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തമല്ല, അതിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഒരു പുക ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് നമുക്ക് കാണാം, ഇതെല്ലാം തന്നെ നെയ്യ് നിറച്ചു വന്ന തേങ്ങകളാണ്. അതുകൊണ്ട് ഇത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സംവിധാനം ഈ കാണുന്ന കൊപ്രക്കളത്തിന് തൊട്ടടിയിൽ ചെറുതാക്കി പുകച്ച് ചൂടാക്കിയിട്ടാണ് ഈ കൊപ്രകളെല്ലാം തന്നെ ഉണക്കാറുള്ളത്. അതിന്റെ ഭാഗമായി
ഭാഗമായിട്ട് തന്നെയാണ് ഇതിനടിയിൽ ഒരു പ്രത്യേക സംവിധാനത്തോടു കൂടി തീ കത്തിച്ച് ഈ കൊപ്രകൾ ഉണക്കുന്നത്. എന്നാൽ ഈ തേങ്ങകളിൽ നിന്ന് നെയ്യ് അടിയിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ തീ പടർന്നു എന്നുള്ളതാണ് ഈ തൊഴിലാളികളും ഇവിടെ കൂടിയ ആളുകളും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായിരിക്കാം ഒരു പക്ഷേ സാധ്യത എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തീ മുകളിലേക്ക് പടരാൻ വേണ്ടി ഒരു സാധ്യത ഉണ്ടായത്. പക്ഷേ പടരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന 2 തൊഴിലാളികൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആ തൊഴിലാളികൾ കൃത്യമായി ഫയർഫോഴ്സിന് ഉൾപ്പെടെ വിവരം അറിയിക്കുന്നു. കൃത്യമായ ഇടപെടൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് എത്തുന്നു, കൃത്യമായി ഇടപെടൽ നടത്തുന്നു. തീ പടരാതെ കൃത്യമായ ഇടപെടലോടുകൂടി നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്തായാലും പുക വലിയ തോതിൽ ഉയർന്നെങ്കിലും പേടിക്കേണ്ട അല്ലെങ്കിൽ പേടിക്കേണ്ട തരത്തിലൊന്നും തന്നെ ഒരു തീപിടുത്തമോ അത്തരത്തിലുള്ള വലിയ സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം. എല്ലാ നിയന്ത്രണവും കൃത്യമായി പാലിക്കുന്നുണ്ട്, കൃത്യമായിട്ട് നിയന്ത്രണ വിധേയമാണ് സ്ഥിതി എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും അവരൊറ്റ പുക മതി പെട്ടെന്ന് ഒരാളി പടർന്ന ഒരു തീയായി മാറാൻ. ശബരിമലയാണ്, അതെ, നിരവധി പേരെത്തുന്ന സ്ഥലമാണ്. അതൊക്കെ തന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും കൊപ്രക്കളത്തിലാണ്, സന്നിധാനത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞത് എപ്പോഴും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു ടീം അവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇടപെടാൻ സാധിച്ചു, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ സോണൽ കൃഷ്ണ തുടരുന്നുണ്ട്. സോണൽ, അവിടുത്തെ ഒരു പുക പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പൂർണ്ണമായിട്ട് തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ തീ ആളിപ്പടരുന്ന സാഹചര്യം ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴേക്കും കൃത്യമായ ഒരു ഇടപെടൽ ഫയർഫോഴ്സിൻ്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇവിടെ ഏതെങ്കിലും തരത്തിൽ തീ പിടിക്കുകയാണെങ്കിൽ അത് അണയ്ക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൃത്യമായ ഇടപെടലിലൂടെ ആ തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. ഒരു പക്ഷേ മറ്റൊരു തലത്തിലേക്ക് പോകാമായിരുന്നത് കൃത്യമായ ഇടപെടലോട് കൂടി അത് നിയന്ത്രണ വിധേയമാക്കി എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ട ഒരു കാര്യം. കാരണം ആ കൊപ്രക്കളമാണ്, ആ കൊപ്ര ഉണക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. അത് നമുക്കറിയാം, ആദ്യ തട്ടിലാണ് കൊപ്ര ഉണ്ടാവുക, അതിനടിത്തട്ടിൽ ചെറിയ തോതിൽ തീ കത്തിച്ചുകൊണ്ട് ചൂടാക്കിയാണ് ഈ കൊപ്ര ഉണക്കാറുള്ളത്. ആ സംവിധാനമാണ് ക്രമേണ ഇവിടെ നടന്നു പോന്നിരുന്നത്. അതിനിടയിലാണ് ഈ കൊപ്രകളിൽ നിന്ന് നമുക്കറിയാം നെയ്ത്തേങ്ങ നിറച്ചു കൊണ്ടുവരുന്ന തേങ്ങകളാണ് ഇവിടെ അധികവും ഉണക്കാൻ വേണ്ടി എത്തുന്നത്. ഈ തേങ്ങകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ നെയ്യിലൂടെയാണ് തീ പടരാൻ സാധ്യത ഉണ്ടായത് എന്നുള്ളതാണ് ഈ വെള്ളം ഈ കൊപ്രക്കളത്തിലേക്ക് മറ്റേ തീ പിടിച്ചതിനെ തുടർന്ന് വെള്ളമാക്കിയതിനാണോ ഇപ്പോൾ ഈ ജലാംശം കാണുന്നത്? ഇന്ന് സന്നിധാനത്ത് മഴയുണ്ടോ? അല്ല, ഇത് ഉണക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിന് ഉപയോഗിച്ച വെള്ളമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം. മഴ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഇന്ന് ഉച്ചവരെ മഴ ഉണ്ടായിരുന്നില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് ചെറിയ തോതിൽ മഴ ഇടവിട്ട് പെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ മഴ പൂർണ്ണമായും